അങ്ങനെ നയാഗ്ര വെള്ളച്ചാട്ടം കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എത്തിച്ചേർന്നു ടൊറന്റോയിൽ. കിട്ടിയ ചാൻസ് മുതലാക്കാൻ വേണ്ടി പെട്ടിയും പ്രമാണവും എടുത്ത് മുംബൈ ടൊറന്റോ ഫ്ലൈറ്റും കയറി വെച്ച് പിടിച്ചു. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ അല്ലേ? ഞങ്ങൾ താമസിക്കുന്ന മിസിസ്വാഗയിൽ നിന്നും 1.5 മണിക്കൂർ ഡ്രൈവും ചെയ്ത് ഞങ്ങൾ എത്തിച്ചേർന്നു നയാഗ്ര ഫോൾസ് സിറ്റിയിൽ. അവിടെ ഒരു 2 ഡേ ആക്സസ് പാസ് ആണ് പ്രീ ബുക്ക് ചെയ്തിരുന്നത്. അതിൽ കുറെ ആക്ടിവിറ്റീസും പാർക്ക് എൻട്രീസും ഒക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു. 12,000 വർഷം പഴക്കമുള്ള നയാഗ്ര വെള്ളച്ചാട്ടം ബേസിക്കലി മെൽറ്റിംഗ് ഗ്ലേഷ്യേഴ്സ് കാരണമാണ് ഫോം ആയത്. ഇതിനൊരു ഹോർഷൂ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഹോർഷൂ ഫോൾസ് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഈ നയാഗ്ര സിറ്റിയിലെ ജേർണി വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഞങ്ങൾ ആദ്യം പോയത് നോർത്ത് അമേരിക്കയിലെ തന്നെ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ കൺസർവേറ്ററിയിലേക്കായിരുന്നു. അതിന്റെ അകത്തോട്ട് കയറിയാലുണ്ടല്ലോ സാറേ, പിന്നെ ഒന്നും കാണൂല, ചുറ്റും ബട്ടർഫ്ലൈസ്. അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് ഞാൻ അടുത്തുള്ള റോസ് ഗാർഡനിലേക്ക് പോയി. ഗാർഡനിൽ ഇതുപോലെ പലതരം റോസസ് ഉണ്ടായിരുന്നു. യെല്ലോ, റെഡ്, പിങ്ക്. പക്ഷെ അതിലൊക്കെ ഏറ്റവും അധികം എന്നെ ആകർഷിച്ചത് ലാവൻഡർ കളർ റോസാപ്പൂവായിരുന്നു. ഞാൻ ഈ കളർ പൂവ് ആദ്യമായാണ് കാണുന്നത്. പിന്നീട് റോസ് ഗാർഡനും അടുത്തുള്ള വേറെ കുറച്ച് ഗാർഡൻസും കറങ്ങി നേരെ പോയി വൈറ്റ് വാട്ടർ വാക്സ് കാണാൻ. 70 മീറ്റർ താഴേക്ക് എലിവേറ്ററിൽ പോയിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. ഇതൊരു ബോർഡ് വാക്ക് ആണ്. വാട്ടർഫോൾസിൽ നിന്നും ചാടി ഇറങ്ങി വരുന്ന വെള്ളം കുത്തി ഒലിച്ച് തിരിച്ച് റിവറിലേക്ക് എത്തുന്നത് ഈ ഗോർജിലൂടെയാണ്. 410 മില്യൺ വർഷം പഴക്കമുള്ള പാറക്കല്ലുകളാണ് ഈ ഗോർജിലുള്ളത്. ഗർജിച്ചുകൊണ്ട് കടലിലെ തിരമാല കണക്കിന് ഒഴുകി വരുന്ന ഈ വെള്ളപ്പാച്ചിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതിൽ ഒന്ന് കാല് തെറ്റി വീണാൽ എന്താകുമെന്ന ഭയവും, എന്നാൽ പ്രകൃതിയുടെ ഈ മാസ്മരിക സൃഷ്ടിയും ഒരേ സമയം എനിക്ക് പേടിയും ആശ്ചര്യവും ഉണ്ടാക്കി. ഇവിടെയുള്ള ബോർഡൊക്കെ വായിച്ച് പരീക്ഷ എഴുതാനുള്ള പോലെ നിഖിൽ വഴി ഉടനീളം വായിച്ചുകൊണ്ട് നടക്കുവാണേ. ആഹാ, അങ്ങനെയാണെ ഒരു ബോർഡ് വായിക്കാമെന്ന് ഞാനും വിചാരിച്ചു. നോക്കിയപ്പോൾ ദേ അപ്പുറത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണെന്ന് എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ സന്തോഷമായി എനിക്ക്. കാനഡയിൽ കാലുകുത്താനും അമേരിക്കയിലേക്ക് ഒന്ന് എത്തി നോക്കാനും സാധിച്ചു. അതിനുശേഷം പാർക്കിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറ് പാത്രം തീർത്തു. 2 ഏമ്പക്കവും പാസാക്കി. ലഞ്ചിനു ശേഷം ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരുന്ന നയാഗ്ര ഫോൾസ് ക്രൂസിലേക്ക് ഞങ്ങൾ വെച്ചു പിടിച്ചു. വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഈ ക്രൂസ് യാത്രയിൽ നമ്മൾക്ക് നയാഗ്ര ഗോർജ്, അമേരിക്കൻ ഫോൾസ്, ബ്രൈഡൽ വെയിൽ ഫോൾസ് ഇതെല്ലാം ക്ലോസപ്പായി കാണാൻ പറ്റും. ഈ യാത്ര അവസാനിക്കുന്നത് കനേഡിയൻ ഹോർഷൂ ഫോൾസിന്റെ വളരെ അടുത്തും താഴെ വരെ ചെന്നിട്ടാണ്. ക്രൂസിൽ കയറാനുമുണ്ട് കേട്ടോ ഒരു വലിയ ക്യൂ തന്നെ. ക്രൂസിൽ കയറുന്നതിന് മുന്നേ അവർ നമ്മൾക്കൊരു റെഡ് കളർ പോഞ്ചോ തന്നു, വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തുമ്പോൾ നനയാതിരിക്കാൻ. ഒരേ സമയം 2-3 ക്രൂസ് യാത്രികൾ നമ്മൾക്ക് കാണാവുന്നതാണ്. അതിൽ ബ്ലൂ പോഞ്ചോ ധരിച്ചവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൈഡിൽ നിന്നുള്ളതും റെഡ് കളർ കനേഡിയൻ സൈഡിൽ നിന്നുമുള്ള ക്രൂസുകളാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് തോന്നും എന്തുകൊണ്ടാണ് നയാഗ്ര വാട്ടർഫോൾസ് ലോകത്തിലെ വലിപ്പമേറിയ വെള്ളച്ചാട്ടങ്ങളുടെ ലിസ്റ്റിൽ പെടുന്നത് എന്ന്. പക്ഷേ ഈ ഒരൊറ്റ ക്രൂസ് യാത്ര ആ സംശയത്തിനൊക്കെ ഉത്തരം തന്നു. ഇടിമുഴക്കം പോലെയുള്ള ഗർജനവും ആ വെള്ളച്ചാട്ടത്തിന്റെ പവർ എല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വാട്ടർഫോൾസിന്റെ അടുത്തെത്തിയപ്പോൾ എനിക്ക് ഫോൺ പോലും എടുക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. ഇവർ പോഞ്ചോ തന്നതുകൊണ്ട് മൊത്തം നനയാതെ രക്ഷപ്പെട്ടു. ഒന്റാരിയോയിലെ നയാഗ്ര വാട്ടർഫോൾസ് വേൾഡിലെ ഹണിമൂൺ ക്യാപിറ്റൽ എന്നും അറിയപ്പെടാറുണ്ട്. ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം അഥവാ തണ്ടറിംഗ് നോയ്സ് എന്ന അർത്ഥം വരുന്ന ഒങ്ക്വൈറ എന്ന വാക്കിൽ നിന്നുമാണ് നയാഗ്ര എന്ന പേരിന്റെ ഉത്ഭവം. അപ്പോഴാണ് ശ്രദ്ധിച്ചത് കാനഡയും USA-യും തമ്മിൽ കണക്ട് ചെയ്യുന്ന 3 ബ്രിഡ്ജസ് ഇവിടെ ഉണ്ട് എന്നത്. ലൂയിസ്റ്റൺ ക്വിൻസ്റ്റൺ ബ്രിഡ്ജ്, റെയിൻബോ ബ്രിഡ്ജ്, പിന്നെ വേൾപൂൾ റാപ്പിഡ് ബ്രിഡ്ജ്. ഇതിൽ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പെഡസ്ട്രിയൻസിന് എൻട്രി ഉള്ളത് റെയിൻബോ ബ്രിഡ്ജിൽ മാത്രമാണ്. ക്രൂസ് ജേർണിക്ക് ശേഷം നയാഗ്ര പാർക്സ് പവർ സ്റ്റേഷൻ കാണാനാണ് പോയത്. പക്ഷേ അവിടെ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് പ്രത്യേകിച്ചൊരു പ്ലാനും ഒന്നും ഉണ്ടായിരുന്നില്ല. 115 വർഷം പഴക്കമുള്ള ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ് ഈ പവർ ഹൗസ്. കുറച്ചു പേർക്കെങ്കിലും ഓർമ്മ കാണും പണ്ട് ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെട്ട മിസ്റ്റർ നിക്കോളസ് ടെസ്ല. പുള്ളിക്കാരൻ നയാഗ്ര ഫോൾസ് ഉപയോഗിച്ച് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ നടത്തിയ വൺ ഓഫ് ദ പവർ സ്റ്റേഷൻസ് ആണിത്. 2006 വരെ ഈ പവർ സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നു എന്നാണ് കേട്ടത്. ഇവിടെ നിന്നും 180 ഫീറ്റ് താഴേക്ക് ഒരു എലിവേറ്ററിൽ പോയാൽ നമ്മൾ എത്തുന്നത് 2200 ഫീറ്റ് ലെങ്ത് ഉള്ള ഒരു ടണലിലേക്കാണ്. 1901
വെറും റാന്തൽ വിളക്കുകളും ഡൈനമൈറ്റും പിക്കാക്സും ഷവൽസും ഒക്കെ കൊണ്ട് എക്സ്കവേറ്റ് ചെയ്തെടുത്ത ഒരു അമേസിംഗ് ടണൽ. ഈ ടണലിലൂടെ നടന്ന് എത്തുന്നത് ഒരു ഒബ്സർവേഷൻ ഡെക്കിലേക്കാണ്. ഇവിടെ നിന്നും നോക്കിയാൽ നമ്മൾക്ക് നയാഗ്ര ഫോൾസിന്റെ ഒരു ഫ്രണ്ട് സൈഡ് ആംഗിൾ നിന്നും കാണാൻ പറ്റും. അങ്ങനെ ഈ ടണൽ വിസിറ്റോട് കൂടി നമ്മളുടെ ഫസ്റ്റ് ഡേ ജേർണി അവസാനിച്ചു കേട്ടോ. അപ്പോഴേക്കും തന്നെ രാത്രി ഒരു 8-8:30 കാണും. ഞങ്ങൾ നയാഗ്ര ഫോൾസ് വിസിറ്റ് ചെയ്ത ദിവസം ഇവിടെ നല്ല ഹീറ്റ് വേവ് ഫോർകാസ്റ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ വാരി പൂശിയതൊന്നും ഒരു എഫക്റ്റും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം വീണ്ടും തിരിച്ചെത്തി നയാഗ്ര ഫോൾസ് സിറ്റിയിലേക്ക്. സത്യം പറഞ്ഞാൽ ഇന്നലത്തെ യാത്രയുടെ ക്ഷീണം അങ്ങ് ഫുള്ളായി മാറിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾക്ക് 2 ആക്ടിവിറ്റീസ് മാത്രമേ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. നമ്മൾക്ക് ആദ്യം സ്കെഡ്യൂൾ ചെയ്തിരുന്ന ജേർണി ബിഹൈൻഡ് ദ ഫോൾസ് ആയിരുന്നു. ബേസിക്കലി നയാഗ്ര ഫോൾസിന്റെ പിറകുവശത്തേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. 125 ഫീറ്റ് താഴേക്ക് എലവേറ്ററിൽ സഞ്ചരിച്ച് ചെറിയ ടണലിലൂടെ പോയാൽ നമ്മൾക്ക് 2 ഔട്ട്ഡോർ ഡെക്ക് പോയിന്റ് ആണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾ ഒരു ഡെക്ക് പോയിന്റിലേക്ക് മാത്രമേ പോയുള്ളൂ. പക്ഷേ ഇതിനേക്കാളൊക്കെ ആകർഷിച്ചത് ഈ വാട്ടർഫോൾസിന്റെ താഴത്തെ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഒബ്സർവേഷൻ ഡെക്കായിരുന്നു. അവിടെ ഇരുന്ന് കുറച്ചു നേരം നയാഗ്രയെ നോക്കി ഒരു സെൻ മോഡിൽ നിന്നു. പിന്നെ നേരെ പോയി നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആക്ടിവിറ്റി, വേൾപൂൾ എയ്റോ കാർ അഥവാ കേബിൾ കാർ റൈഡ്. ഈ കേബിൾ കാറിന്റെ 2 അറ്റവും കനേഡിയൻ ഭാഗത്താണെങ്കിലും ഇത് ആക്ച്വലി നമ്മളെ കാനഡ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഇന്റർനാഷണൽ ബോർഡേഴ്സിന് എക്രോസ് ആയാണ് കൊണ്ടുപോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ പാസ്പോർട്ടും വിസയും ഇല്ലാതെ ഒരു ചെറിയ ക്രോസിംഗ്. കേബിൾ കാറിന്റെ അകത്ത് ഇവരുടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എന്തൊക്കെയോ ഗൈഡൻസ് തരുന്നുണ്ടായിരുന്നു. വെള്ളത്തിന്റെ ഒച്ച കാരണമാണോ അതോ നമ്മൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്നറിയില്ല. അവർ പറഞ്ഞതൊന്നും എനിക്ക് വ്യക്തമായില്ല. പിന്നെ പണ്ട് മുതൽക്കേ ശീലിച്ചു വന്ന 2 തലയാട്ടിൽ അങ്ങ് പാസ്സാക്കി എല്ലാം മനസ്സിലായ പോലെ ഇരുന്നു. എന്തു ചെയ്യാൻ, ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഈ നയാഗ്ര ഫോൾസിന്റെയും ഗോർജിന്റെയും എക്രോസ് ആയിട്ട് കുറേ സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾ റോപ്പ് വോക്കും കയാക്കും ജെറ്റ് സ്കീയും ഒക്കെ ചെയ്യാറുണ്ട്. അതിൽ കുറേ പേർ ജീവനോടെ മറികടക്കുമ്പോൾ ചില ആളുകൾ ഈ മാസീവ് വാട്ടർഫോൾസിൽ തിരിച്ചു കിട്ടാനാകാത്ത വിധം മിസ്സിംഗ് ആകാറുമുണ്ട്. അങ്ങനെ മനസ്സും നിറഞ്ഞു ബക്കറ്റ് ലിസ്റ്റിൽ ഒരു ചെറിയ ടിക്കും ഇട്ടു. നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി ഞങ്ങൾ നയാഗ്ര ഫോൾസിനോട് ബൈ പറഞ്ഞു. അപ്പോൾ നിഖിൽ പറയാണ്, ഗുഡ് ബൈ പറയാൻ ടൈം ആയിട്ടില്ല, ഇവിടെ നമ്മൾക്ക് തിരിച്ച് ഹൈക്ക് ചെയ്യാൻ വരണമെന്ന്. ഹൈക്ക് എന്ന് കേട്ടപ്പോൾ പൊതുവേ ഞാൻ അത്ര എക്സൈറ്റഡ് ആകാറില്ല. പക്ഷേ തിരിച്ച് നയാഗ്ര വെള്ളച്ചാട്ടം കാണാമല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ പോയിട്ട് വരാം ചേച്ചി എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് മിസിസാഗയിലേക്ക് വണ്ടി കയറി. ടാറ്റാ ബൈ ബൈ.